അവൾ തന്റെ ബ്രാ അഴിച്ചുമാറ്റി ഒരു ഷൂവിൽ തിരികെ മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞു. 600 മീറ്റർ ഉയരമുള്ള ഒരു ടവറിൽ ഇരുവരും കുടുങ്ങിയതിനാൽ സഹായത്തിനായി വിളിക്കാനുള്ളവരുടെ അവസാന മാർഗ്ഗമായിരുന്നു ഇത്. ഷൂവിൽ സൂക്ഷിച്ചിരുന്ന ഫോൺ ഒരു സിഗ്നൽ അറിയിക്കണമെന്ന് അവർ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. താഴെയുള്ള ടവറിനടുത്ത് ആനി ആരെയോ കണ്ടു. ഇരുവരും സഹായത്തിനായി ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ വളരെ ഉയരത്തിലുള്ളതിനാൽ താഴെ നിൽക്കുന്നയാൾക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാളുടെ നായ അത് കേട്ട് കുരയ്ക്കാൻ തുടങ്ങി. പക്ഷേ അയാൾ അത് മൈൻഡ് ചെയ്തില്ല. ആ മനുഷ്യൻ പോകാൻ തുടങ്ങിയ ഉടൻ ആനി പെട്ടെന്ന് ഒരു ഷൂ എടുത്ത് താഴേക്കെറിഞ്ഞു. ഷൂ താഴേക്ക് വീണു. പക്ഷേ ആ മനുഷ്യൻ അത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അവർക്കൊരു ഷൂ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവസാന പ്രതീക്ഷയിൽ ആനി അതും എറിഞ്ഞു. ഭാഗ്യവശാൽ ഇത്തവണ ഷൂ ഇരുമ്പ് ഫ്രെയിമിൽ തട്ടി. ശബ്ദം കേട്ട് നായ ഓടി. ആ മനുഷ്യനും സംശയം തോന്നി. അവൻ പോയി ഷൂ എടുത്തു. മുകളിൽ നിന്ന് പെൺകുട്ടികൾ വീണ്ടും നിലവിളിച്ചു, ആംഗ്യം കാണിച്ചു. പക്ഷേ ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കിയില്ല. അവർ വെറുതെ ഇവിടെയും അവിടെയും നോക്കിയ ശേഷം തിരിച്ചു പോകാൻ തുടങ്ങി. ഇപ്പോൾ ആനിക്ക് ഒരു അവസരം മാത്രമേ ബാക്കിയുള്ളൂ. അവൾ ഫ്ലെയർ ഗൺ പുറത്തെടുത്ത്. പക്ഷേ അവൾ അത് വെടിവെക്കാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ തങ്ങളെ നോക്കുന്നില്ലെന്ന് കണ്ടതിനാൽ നീ അവളെ തടഞ്ഞു. അവൾ ഇപ്പോൾ അത് വെടിവെച്ചിരുന്നെങ്കിൽ വെറുതെ ആകുമായിരുന്നു. അപ്പോൾ നീ അത് കണ്ടത്. അടുത്തൊരു ആർമി മൂവിംഗ് ട്രക്ക് ഉണ്ടായിരുന്നു. ഒരു ബാർബിക്യൂ തയ്യാറാക്കുകയായിരുന്നു. ഇരുട്ടാകട്ടെ, നമുക്ക് ഫ്ലെയർ വെടിവെക്കാമെന്ന് നീയെ പറഞ്ഞു. ഇരുവരും ടവറിന് മുകളിലിരുന്ന് ഇരുട്ടുന്നതുവരെ കാത്തിരുന്നു. രാത്രിയായപ്പോൾ ആനി പെട്ടെന്ന് ഫ്ലെയർ ഗൺ എടുത്ത് വെടിവെക്കാൻ ഒരുങ്ങി. പക്ഷേ എന്തോ കുഴപ്പം സംഭവിച്ചു. ഫ്ലെയർ ഗൺ പ്രവർത്തിച്ചില്ല. അപ്പോൾ ആ മനുഷ്യൻ തന്റെ വണ്ടിയിൽ പ്രവേശിക്കാൻ പോവുകയാണെന്ന് അവൾ കണ്ടു. ഇപ്പോൾ സിഗ്നൽ നൽകിയില്ലെങ്കിൽ ആ അവസരവും നഷ്ടപ്പെടും. ആനി വീണ്ടും ശ്രമിച്ചു. ഇത്തവണ ഫ്ലെയർ മുകളിലേക്ക് പോയി മനുഷ്യന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് നേഹ സിഗ്നൽ നൽകി. ഒടുവിൽ താഴെ ഉണ്ടായിരുന്ന ആളുകൾ മുകളിൽ നിന്ന് സഹായത്തിനായുള്ള വിളി കണ്ടു. രണ്ടുപേരും വളരെ സന്തോഷിച്ചു. പക്ഷേ സമയം കടന്നുപോയപ്പം എല്ലാ ഉത്സാഹവും തണുത്തു. ആ മനുഷ്യൻ അവരെ രക്ഷിക്കാൻ വന്നതല്ല, മറിച്ചൊരു വടി ഉപയോഗിച്ച് അവരെ കാർ മോഷ്ടിക്കാൻ വന്നതാണ്. കാറിന്റെ പൂട്ട് തകർത്ത് അത് ഓടിച്ചുപോയി. അടുത്ത ഭാഗത്തിനായി സബ് ചെയ്യും.